ഹലോ ചിൽഡ്രൻ, കിഡ്സ് ഏരിയ ഓൺലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നു നമ്മൾ സ്പെല്ലിംഗ് പഠിക്കുവാൻ പോവുകയാണ്. എന്തിൻ്റെ സ്പെല്ലിംഗ് എന്നറിയാവോ? 1 to 5, 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ സ്പെല്ലിംഗ് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. Today we are going to study the spelling of number 1 to 5. Are you ready? Okay. ചെറിയ ചെറിയ കഥകളിലൂടെ നമുക്കിന്ന് സ്പെല്ലിംഗ് എളുപ്പത്തിൽ പഠിക്കാം. ടീച്ചർ ചോദിക്കുന്നതിനെല്ലാം നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ ആണോ? ഓക്കെ. ദിസ് ഈസ് നമ്പർ 1. ദിസ് ഈസ് നമ്പർ 1. ഇതാണ് 1ൻ്റെ സ്പെല്ലിംഗ്. പഠിക്കാം. ദിസ് ഈസ് letter O. O for orange. N. N for nest. E. E for egg. O for orange. N for nest. E for egg. O N E 1. O N E 1. ഓക്കെ, മനസ്സിലായല്ലോ? ഓറഞ്ച്. O for orange. N for nest. E for egg. O N E 1. ഓക്കെ, മനസ്സിലായല്ലോ? O orange. N nest. E egg. O N E 1. O N E 1. ഓക്കെ, ടീച്ചർ ഓർമ്മിച്ചിരിക്കാനായിട്ട് ചെറിയൊരു സ്റ്റോറി പറഞ്ഞു തരാം. ദാ ഈ നെസ്റ്റിൽ 2 കിളിക്കുഞ്ഞുങ്ങളെ കണ്ടായിരുന്നോ? ഈ കിളിക്കുഞ്ഞുങ്ങൾക്ക് കഴിക്കുവാനുള്ള ആഹാരമാണ് ഈ ഓറഞ്ച്. ഈ കിളിക്കുഞ്ഞുങ്ങളുടെ അമ്മ അതിനെ കഴിക്കുവാനായിട്ട് കണ്ടെത്തിക്കൊണ്ടുവന്നതാണ് ഈ ഓറഞ്ച്. അങ്ങനെ ഈ ഓറഞ്ചൊക്കെ കഴിച്ച് സുഖമായിട്ട് ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്. കണ്ടോ? എന്നിട്ടോ ആ നെസ്റ്റിൽ നമ്മുടെ അമ്മ ബേഡ് എന്ത് ചെയ്തു? ഒരു മുട്ടയിട്ടു. കണ്ടോ? ആ എഗ്ഗാണിത്. ഓറഞ്ച് നെസ്റ്റ് എഗ്. ONE 1. ഓക്കെ, സ്പെല്ലിങ്ങിന് നിങ്ങൾ പറഞ്ഞേ. 1ൻ്റെ സ്പെല്ലിംഗ് എന്താ? O. വെരി ഗുഡ്. O കഴിഞ്ഞ് വെരി ഗുഡ്. N. O N. അടുത്തെന്താണ്? E. വെരി ഗുഡ്. O N E 1. O N E 1. ഓക്കെ, 1ൻ്റെ സ്പെല്ലിംഗ് പഠിച്ചല്ലോ. 1ൻ്റെ സ്പെല്ലിംഗ് നിങ്ങളുടെ 4 ലൈൻ ബുക്കിൽ അല്ലെങ്കിൽ മാത്സ് കോളം ബുക്കിൽ എഴുതി പഠിക്കണം. ചെയ്യുമല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് 1. 1 കഴിഞ്ഞാൽ എന്താണ്? 2. 1 കഴിഞ്ഞാൽ 2. നമ്പർ 2 ടീച്ചർ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്. കണ്ടോ?
അതിൻ്റെ സ്പെല്ലിംഗ് പഠിക്കാവോ? സ്പെല്ലിംഗ് പഠിച്ചിട്ട് നമുക്കും എഴുതാം. റെഡിയാണോ? 2ൻ്റെ സ്പെല്ലിംഗ് നമുക്ക് പഠിക്കാം. T for tortoise. W for water. O for octopus. Tortoise, water, octopus. വാട്ടറിലാണ് ആരൊക്കെ താമസിക്കുന്നത്? ടോട്ടോയിസും ഒക്ടോപ്പസും. ഓക്കെ, ടോട്ടോയിസ് വാട്ടറിൽ ഇതുവഴി വരും. ഒക്ടോപ്പസോ ഏത് വഴിയാണ് വരുന്നത്? ദാ റൈറ്റ് സൈഡിൽ കൂടി വരും. റൈറ്റ് സൈഡിൽ കൂടി വരും. ടോട്ടോയിസ്, വാട്ടർ, ഒക്ടോപ്പസ്. T for tortoise. W for water. O for octopus. 2ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? T W O. T W O. 2. T W O. 2. Okay? T for tortoise. W for water. O for octopus. T W O. 2. T W O. 2. ഓക്കെ, ഈ വാട്ടറിലെ കൂട്ടുകാർ ആരൊക്കെയാണ്? ടോട്ടോയിസും ഒക്ടോപ്പസും. ടോട്ടോയിസിൻ്റെ വീട് എവിടെയാ? ഈ വാട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഒക്ടോപ്പസിൻ്റെ വീടോ വാട്ടറിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അവർ എന്നും കാണുവാനായിട്ട് കണ്ടോ, രണ്ടുപേരും വരുന്നുണ്ടോ? വെള്ളത്തിൽ ഇവിടെ വെച്ചാണ് അവർ കാണുന്നത്. ടോട്ടോയിസ്, വാട്ടർ, ഒക്ടോപ്പസ്. T W O. 2. ഇനി നിങ്ങൾ പറഞ്ഞേ, 2ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? വെരി ഗുഡ്. T. T കഴിഞ്ഞാൽ W. വെരി ഗുഡ്. W കഴിഞ്ഞാൽ O. വെരി ഗുഡ്. എന്താണ് 2ൻ്റെ സ്പെല്ലിംഗ്? T W O. T W O. 2. ഓക്കെ, മനസ്സിലായല്ലോ? 2ൻ്റെ സ്പെല്ലിംഗ് അറിയാലോ? 2ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? T W O. 2. T W O. 2. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് 2ൻ്റെ സ്പെല്ലിംഗ് ആണ്. T W O. 2. ഓക്കെ, അറിയാലോ? 2 കഴിഞ്ഞാൽ എന്താണ്? എന്താണ് 2 കഴിഞ്ഞിട്ട്? വെരി ഗുഡ്. 3. 3യുടെ സ്പെല്ലിംഗ് പഠിക്കാവോ? റെഡിയാണോ? ടീച്ചർ ഇവിടെ 3 എന്ന് എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ സ്പെല്ലിംഗ് ആണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. T for tree. T for tree. H for house. T for tree. H for house. നമ്മളിവിടെ ടീം എച്ചും ഒരുമിച്ച് പഠിക്കുകയാണ്. ഓക്കെ, അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മയിരിക്കാനായിട്ട്. TH, tree house. TH, tree house. T for tree. H for house. Okay? T for tree. H for house. TH. 3യുടെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? TH. 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 Tree house. ഓക്കെ, ഇനി ആരാണ് ഇവിടെ വരുന്നതെന്ന് അറിയണ്ടേ? ഈ ട്രീ ഹൗസിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് അറിയണ്ടേ? ആദ്യം വരുന്നത് റാബിറ്റ്. R for rabbit. R for rabbit. ഓക്കെ, R for rabbit. റാബിറ്റ് ഇവിടെ വരാറുണ്ട്, എന്നും വരാറുണ്ട്. കാരണം എന്താണെന്നറിയണ്ടേ? ഈ റാബിറ്റിൻ്റെ വീട് ഈ മരത്തിനു താഴെയാണ്.
ഈ റാബിറ്റിനെ കാണാൻ വേറെയും രണ്ടാൾക്കാർ വരാറുണ്ട്. അവർ ആരെന്നറിയാവോ? അവർ രണ്ടുപേരും ഒരു വീട്ടിലാണ്. അവർ ബ്രദേഴ്സാണ്, സഹോദരന്മാരാണ്. അതാരാണെന്ന് നമുക്ക് നോക്കിയാലോ? E for elephant. 3ക്ക് 2 E ഉണ്ട്, കണ്ടോ? 2 elephants. E elephant, E elephant. ഓക്കെ, ഇവർ രണ്ടും സഹോദരങ്ങളാണ്. കണ്ടോ കണ്ടോ രണ്ടുപേരും വരുന്നുണ്ടോ? ആരെ കാണാനാ വരുന്നത്? റാബിറ്റിനെ കാണാൻ വരുന്നു. റാബിറ്റ് എവിടെയാ താമസിക്കുന്നത്? ഈ ട്രീയുടെ താഴെയാണ് താമസിക്കുന്നത്. ഈ റാബിറ്റിൻ്റെ കൂട്ടുകാരാണ് ഈ 2 ആനക്കുട്ടികളും. കണ്ടായിരുന്നോ? അപ്പോൾ പറഞ്ഞേ, ട്രീ ഹൗസ്. TH. T for tree, H for house. ഓക്കെ, TH. അവിടെ താമസിക്കുന്നത് ആരാണ്? R for rabbit. R for rabbit. Rabbit R. അത് കഴിഞ്ഞ് റാബിറ്റിൻ്റെ കൂട്ടുകാർ ആരൊക്കെയാ? 2 elephants. E TH R E. TH ഒരുമിച്ച് പറയുക, R പറയുക, E ഒരുമിച്ച് പറയുക. അപ്പോൾ എന്തായി? 3. TH R E 3. TH R E 3. ടീച്ചറിൻ്റെ കുഞ്ഞുങ്ങൾ ടീച്ചറിൻ്റെ കൂടെ പറയണം. പറയുമോ? ഒരുമിച്ച് പറയാം. TH R E. എന്താണ്? 3. ഓക്കെ. TH tree house. R rabbit. E 2 elephants. Elephant. TH R E 3. TH R E 3. ഓക്കെ. അപ്പോൾ 3യുടെ സ്പെല്ലിംഗ് പഠിച്ചില്ലേ? പറഞ്ഞേ, എന്താ 3യുടെ സ്പെല്ലിംഗ്? TH R E. Very good. TH R E 3. TH R E 3. ഓക്കെ, 3യുടെ സ്പെല്ലിംഗ് അറിയാലോ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് 3. എന്താ പഠിച്ചത്? 3യുടെ സ്പെല്ലിംഗ് ആണ് പഠിച്ചത്. 3 കഴിഞ്ഞാൽ എന്താണ്? വെരി ഗുഡ്, 4 ആണല്ലേ? 4ന്റെ സ്പെല്ലിംഗ് പഠിക്കാൻ റെഡിയാണോ? പഠിക്കാം. 4ന്റെ സ്പെല്ലിംഗ് പഠിക്കാം. ഓക്കെ, പഠിക്കാം. F for അറിയാവോ? F for ആരാ? Fox. F for fox. O for owl. O for owl. ഔളിൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നേ? അംബ്രല്ല. U for umbrella. R for rain. R for rain. എന്താണെന്നറിയാവോ? റെയിൻ വരാൻ പോവുകയാ. റെയിൻ വരാൻ സമയമായതുകൊണ്ട് ഫോക്സ് നമ്മുടെ ആർക്കാണ് അംബ്രല്ല ഉള്ളത്? ഔളിന്. അംബ്രല്ലയുള്ള ഔളിനോട് പോയി ചോദിക്കാം, ഔൾ എനിക്ക് അംബ്രല്ല തരാവോ? കണ്ടോ ചോദിക്കുന്നത്? ഫോക്സ് ഔളിനോട് അംബ്രല്ല ചോദിക്കുക. കാരണം എന്താണ്? റെയിൻ വരുന്നു, മഴ വരുന്നു. ഫോക്സിന് എവിടെയോ പോകാനുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അംബ്രല്ല ചോദിച്ചത്. അപ്പോൾ എങ്ങനെയാ? F for ഫോക്സ് ആരോടാ ചോദിച്ചത്? ഫോക്സ് ആരോട് ചോദിച്ചു?
O for owl. O for owliനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? U for umbrella. U for umbrella. കാരണം എന്താണ്? R for rain വരുന്നു. R for rain വരുന്നു. F for fox. O for owliനോട് U for umbrella ചോദിച്ചു. കാരണം R for rain വരുന്നു, മഴ വരുന്നു. അപ്പോൾ എന്താണ് ഫോറിന്റെ സ്പെല്ലിംഗ്? F O U R. ഫോർ. പറഞ്ഞേ. F O U R. ഫോർ. F O U R. ഫോർ. F fox. O owl. U umbrella. R rain. Okay? F O U R. four. F fox. അടുത്തെന്താണ്? F കഴിഞ്ഞാൽ ഫോക്സ് ആരോടാ ചോദിച്ചത്? ഔളിനോട്. ഔളിൻ്റെ കയ്യിൽ എന്തുണ്ട്? കുടയുണ്ട്. ഔൾ. ഓ ഔൾ. ഔളിൻ്റെ കയ്യിൽ എന്തുണ്ട്? യു ഫോർ അംബ്രല്ല. അംബ്രല്ലയുണ്ട്. ഫോക്സ്, ഔൾ, അംബ്രല്ല. FOU. ആരാ വരുന്നത്? റെയിൻ. R for rain. FOUR. ഫോർ. പറഞ്ഞേ. FOUR. ഫോർ. ഓക്കെ. ഇനി കുഞ്ഞുങ്ങൾ ടീച്ചറിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു തരാവോ? ഫോറിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു തന്നേ. ആദ്യത്തെ ലെറ്റർ ഏതാണ്? വെരി ഗുഡ്. എഫ്. എഫ് കഴിഞ്ഞ എന്താണ്? ഔളും അംബ്രല്ലയും. എന്താണ്? OU. അടുത്തത് എന്താ? R. FOUR. ഫോർ. പറഞ്ഞേ. ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ കുഞ്ഞുങ്ങൾ. FOUR. ഫോർ. FOUR. ഫോർ. ഓക്കെ. ഫോറിന്റെ സ്പെല്ലിംഗ് അറിയാലോ? ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഫോർ. എന്താ പഠിച്ചത്? ഫോർ. ഓക്കെ. ഫോർ കഴിഞ്ഞാൽ എന്താണ്? എന്താ ഫോർ കഴിഞ്ഞ്? വെരി ഗുഡ്. ഫൈവ്. ഫൈവ്. കണ്ടോ? ടീച്ചർ ഇവിടെ 5 എന്ന് എഴുതിയിരിക്കുക. നമ്പർ 5 ദാ കണ്ടോ? ഒരു ഇംഗ്ലീഷ് വേർഡായിട്ട് എഴുതിയിരിക്കുക. സ്പെല്ലിംഗ് പഠിക്കാം. റെഡിയാണോ? റെഡിയാണ്. പഠിക്കാം. എളുപ്പമല്ലേ പഠിക്കാൻ? എളുപ്പമാണല്ലേ? അപ്പോൾ ഈ സ്പെല്ലിംഗ് എല്ലാം 4 ലൈൻ ബുക്കിൽ എഴുതി പഠിക്കുമല്ലോ. പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാകും. ഈ കഥ ഓർമ്മിച്ച് നിങ്ങൾ കാണാതെ നിങ്ങളുടെ പേരൻസിന് പറഞ്ഞു കേൾപ്പിക്കണം. കേൾപ്പിക്കോ? 1 എന്ന് നിങ്ങളുടെ പേരൻറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ഓർമ്മിക്കണം? നെസ്റ്റിൽ എന്താണുള്ളത്? കിളിക്കുഞ്ഞുങ്ങൾ. അവ എന്താ കഴിക്കാൻ പോകുന്നത്? ഓറഞ്ച്. ഓറഞ്ച്. നെസ്റ്റ്. എഗ്. ഓർമ്മിച്ചിട്ട് എന്ത് പറയും? ONE. 1. അതുപോലെ പറയണം. ഓക്കെ. ഇനി നമ്മൾ എന്താ പഠിക്കുവാനായിട്ട് പോകുന്നത്? 5. 5 പഠിക്കാവോ? പഠിക്കാം. അതിനു മുൻപ് നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ഈ ക്ലാസ് 2-3 പ്രാവശ്യം കാണണം. ഓക്കെ. ദിവസം ഒരു തവണ മതി. അടുത്ത പിറ്റേ ദിവസവും കാണുക. അപ്പോൾ വേഗത്തിൽ ഓർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ 3 ദിവസമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. 5ന്റെ സ്പെല്ലിംഗ് പഠിക്കാം. 5. F. F for. ആരാണ് വീണ്ടും വന്നത്? ഫോക്സ്. ഫോക്സ് വീണ്ടും വന്നു. ഫോറിലുള്ള ഫോക്സ് വീണ്ടും വന്നു. അംബ്രല്ല ചോദിച്ചു പോയ ഫോക്സ്. ആ ഫോക്സ് അല്ല ഇത്. ഇത് വേറെ ഫോക്സാ. F for fox. I for ink. I for ink. F for fox. I for ink. നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. I for ink. നിങ്ങളൊരു കഥ കേട്ടിട്ടില്ലേ? ഫോക്സ്
ചായത്തിൽ മുങ്ങിയ കഥ? ആ, നിറത്തിൽ. അതുപോലൊരു കഥയാ. ഐ ഫോർ ഇങ്ക്. ഇത് ഏത് കളർ ഇങ്കാണെന്ന് അറിയാവോ കുഞ്ഞുങ്ങളെ? വയലറ്റ്. എന്താണ്? വയലറ്റ്. ഇ ഫോക്സ്, എഫ് ഫോർ ഫോക്സ്, ഐ ഫോർ ഇങ്ക്. ഇങ്കിൽ മുങ്ങിപ്പോയി. ഓടി വരുന്നതിനിടയ്ക്ക് അവിടെ ഒരു ബക്കറ്റിൽ ഇങ്കിരിക്കുകയായിരുന്നു. ഈ ഫോക്സ് കണ്ടില്ല. അങ്ങനെ ഇങ്കിൽ ഫോക്സ് വീണുപോയി. ഇങ്കിൻ്റെ കളർ എന്തായിരുന്നു? വയലറ്റ്. വയലറ്റ് കളർ ഇങ്കായിരുന്നു. അപ്പോൾ ഫോക്സ് എന്ത് നിറമായി കാണും? വയലറ്റ്. വി ഫോർ വയലറ്റ്. വി ഫോർ വയലറ്റ്. വയലറ്റ് കളർ ഫോക്സ് ആയിട്ട് മാറി. അങ്ങനെ ഈ ഫോക്സിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ ഫോക്സിൻ്റെ നിറം ഇങ്ങനെ മാറി കണ്ടപ്പോഴോ ആ ഫ്രണ്ട് പേടിച്ചു പോയി. ഫ്രണ്ട് പേടിച്ച് ഓടിപ്പോയി. ആരാണെന്നറിയാവോ? ഇ ഫോർ എലിഫന്റ്. കണ്ടോ? എലിഫന്റ് ഓടുന്നുണ്ടോ? ഫോക്സിനെ കണ്ട് എലിഫന്റ് ഓടുകയാ. കണ്ടോ? എഫ് ഫോർ ഫോക്സ്. ഈ ഫോക്സ് ഐ ഫോർ ഇങ്കിൽ മുങ്ങിപ്പോയി. ആ ഇങ്ക് എന്ത് കളറായിരുന്നു? വി ഫോർ വയലറ്റ്. ഫോക്സ് എന്ത് കളറായി അപ്പോൾ? വയലറ്റ് കളറായി. ഈ ഫോക്സിനെ കണ്ട ഫോക്സിന്റെ കൂട്ടുകാരൻ ആരാ? ഇ ഫോർ എലിഫന്റ്. ഫോക്സിന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. കണ്ടോ? ഈ എലിഫന്റ് വിചാരിച്ചു ഈ ഫോക്സിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്റെയും നിറം മാറിപ്പോകും. അതുകൊണ്ട് എലിഫന്റ് ഓടി രക്ഷപ്പെട്ടു. എഫ് ഫോർ ഫോക്സ്, ഐ ഫോർ ഇങ്ക്, വി ഫോർ വയലറ്റ്, ഇ ഫോർ എലിഫന്റ്. എഫ് ഫോർ ഫോക്സ്, ഐ ഫോർ ink, V for violet, E for elephant, F I V E 5, F I V E 5. ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ, F I V E 5, F I V E 5. ഓക്കെ. ഫസ്റ്റ് ലെറ്റർ എന്താണ്? എഫ്. എഫ് ഫോർ ഫോക്സ്. ഫോക്സ് എന്തിലാണ് വീണുപോയത്? ഐ ഫോർ ഇങ്ക്. എഫ് ഐ. ഏത് കളർ ഇങ്കിലാണ് വീണുപോയത്? വയലറ്റ്. വി ഫോർ വയലറ്റ്. ഈ വയലറ്റ് ഫോക്സിനെ കണ്ട് ആരാ ഓടിപ്പോയത്? ഫോക്സിന്റെ ഫ്രണ്ടായ ഇ ഫോർ എലിഫന്റ്. എഫ് ഐ വി ഇ 5. ഓക്കെ. ഇനി ടീച്ചറിന് നിങ്ങൾ തന്നെ പറഞ്ഞു തന്നേ, എന്താണ് 5ന്റെ സ്പെല്ലിംഗ്? എഫ്. വെരി ഗുഡ്. എന്താ? ഐ. വെരി ഗുഡ്. ഐ ഫോർ ഇങ്ക്. ഐ ഏത് കളറാണ്? വയലറ്റ്. വെരി ഗുഡ്. വി. എഫ് ഐ വി. ആരായത്? എലിഫന്റ്. ഫോക്സിന്റെ ഫ്രണ്ട് എലിഫന്റ്. ഇ ഫോർ എലിഫന്റ്. ഓക്കെ, വെരി ഗുഡ്. എഫ് ഐ വി ഇ 5. എഫ് ഐ വി ഇ 5. എഫ് ഐ വി ഇ 5. ഓക്കെ. സ്പെല്ലിംഗ് അറിയാലോ? നമ്മളിപ്പോൾ പഠിച്ചത് ഏതിൻ്റെ സ്പെല്ലിംഗ് ആണ്? 5. 5ന്റെ സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചു. 1 to 5 വരെ പഠിച്ചു. അറിയാലോ? 1 to 5 നിങ്ങൾ നിങ്ങളുടെ 4 ലൈൻ ബുക്കിൽ എഴുതുക. നന്നായിട്ട് പഠിക്കുക. മനസ്സിലായില്ല എങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ഈ വീഡിയോ എന്ത് ചെയ്യണം? ഇട്ട് കാണണം. ദിവസവും ഓരോ പ്രാവശ്യം ഇട്ട് കണ്ടാൽ മതി. അപ്പോൾ വേഗത്തിൽ മറന്നു പോകാത്ത രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടമായല്ലോ? എല്ലാ സ്റ്റോറീസും ഇഷ്ടമായല്ലോ? പഠിക്കുമല്ലോ? Okay, very good. Bye-bye. Thank you.